കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് രാവിലെ തന്നെ ശ്രീകാന്ത് ഒരുങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് രവീന്ദ്രൻ മന്ത്രി ചോദിച്ചു, എങ്ങോട്ടാ മോനെ നീ പോണെന്ന് വെക്കണം. ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന്, അതിന്റെ കാര്യത്തിന് വേണ്ടി പോകുന്നാന്ന് പറയാം. ഓ മനസ്സിലായി, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയെന്ന് പറയാം. ഈ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ ശ്രീന്ന് ചോദിക്കണം. അമ്മ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയണം. ഇന്റർവ്യൂ? എന്തിന്റെ ഇന്റർവ്യൂ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു റെസ്റ്റോറൻറ്റില്, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്ന് പറയാം. ആ മനസ്സിലായി. അല്ല ഇതിനൊരു ശമ്പളമൊക്കെ കിട്ടുമോന്ന് ചോദിക്കണം. ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ചുനാള് വലിയ ശമ്പളമൊന്നും കാണത്തില്ലമ്മേ, ട്രെയിനി ആയിട്ടല്ലേ കയറുന്നേ, പിന്നീട് കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ കുറച്ചുനാൾ അവിടെ ട്രെയിനി ആയിട്ട് നിന്നതിന് ശേഷം പിന്നീട് എനിക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങാൻ എൻ്റെ ആഗ്രഹം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, എടാ അതിന്റെ ആവശ്യമുണ്ടോ, നീ വല്ല 5 സ്റ്റാർ ഹോട്ടലോ അങ്ങനെ എവിടെയെങ്കിലും കയറ്, അപ്പൊ നല്ല സാലറിയും കിട്ടൂല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അമ്മ എൻ്റെ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളതെന്ന് പറയണം. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് സുധി വരുന്നത്. അപ്പൊ സുധീൻ രാവിലെ ഒരുങ്ങി പോകാൻ തുടങ്ങുക. അപ്പൊ സുധി അങ്ങോട്ടാ പോണെന്ന് ചോദിക്കുക. അവനും എന്തോ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, അതിന് പോകുമെന്ന്. ഓ ശരി, എൻ്റെ 2 മക്കൾ എന്താണല്ലോ ഒരു കരയ്ക്ക് പറ്റി, എനിക്ക് അത് മാത്രമുള്ള ഒരു ആശ്വാസമുള്ളെന്ന് ചന്ദ്രമതി പറയണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? അപ്പൊ നീ സച്ചിനെ കൂട്ടിയിട്ടല്ലേ നിൽക്കണം? ഓ അവനെന്നാ വെറും ഒരു ടാക്സി ഡ്രൈവർ അല്ലേന്ന് ചോദിക്കുകയാണ്. എന്താടി ടാക്സി ഡ്രൈവർക്ക് എന്താ കുഴപ്പം? അവനുള്ളതുകൊണ്ടാ ഇപ്പൊ ഈ കുടുംബം മുന്നോട്ട് പോന്നെ, നിനക്കറിയാവോ? ഇത് കേട്ടപ്പോ ശ്രീയും പറഞ്ഞു, ശരിയാ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ, അതുപോലെ തന്നെ സുധിയേട്ടനാണെ കുറെ നാളായിട്ട് ജോലിയും കൂലിയൊന്നും ഇല്ലായിരിക്കുമല്ലേ, അപ്പൊ സച്ചേട്ടനല്ലേ അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ, പിന്നെ എന്തിനാ സച്ചേട്ടനെ കുറ്റം പറയണമെന്ന് ചോദിക്കുകയാണ്. ഇത് ചന്ദ്രമതിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്രമതി പറഞ്ഞു, എത്രയാന്ന് പറഞ്ഞാലും ടാക്സി ഡ്രൈവർ തന്നെയാ, അവന് പഠിപ്പുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ രവീന്ദ്രൻ അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. രവീന്ദ്രൻ പറഞ്ഞു, അവൻ ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോന്നു, ആ ഒരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണല്ലോ. നിനക്ക് അവനെ കാണാനായിട്ട് കണ്ണില്ലോ, കണ്ണുള്ളപ്പോ കണ്ട കാഴ്ച അറിയത്തില്ലെന്നാ പറയണേ. ഇതിനൊക്കെ ഒരു ദിവസം നീ കണക്ക് പറയേണ്ട വരും ചന്ദ്രമതി എന്ന് പറയണം. ശരി ശരി, ഞാൻ കണക്ക് അങ്ങോട്ട് ബോധിപ്പിച്ചോളാവേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന രേവതി സച്ചി അച്ഛമ്മയുടെ വീട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ രേവതി അടുക്കളയില് പാറുമ്മനെ സഹായിക്കാണ്ട് ചെല്ലുന്നുണ്ട്. പാറുമ്മ പറഞ്ഞു, വേണ്ട മോളെ ഞാൻ ചെയ്തോളാന്ന് പറയണേ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ ചെയ്തോളാം, ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കണല്ലേന്ന് ചോദിക്കുക. മോൾക്ക് കറിയൊക്കെ വെക്കാൻ അറിയാമെന്ന് ചോദിച്ചു. പിന്നെ കറിയൊക്കെ വെക്കാൻ അറിയാം, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം എന്നെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറയാം. ഈ സമയം മുത്തശ്ശി എന്ത് ചെയ്യുക, കലാവതി മുത്തശ്ശി സച്ചിക്കുള്ള കാപ്പിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. എന്നാ മോനെ കാപ്പി എന്ന് പറഞ്ഞ സച്ചിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഓ എത്ര ദിവസമായി മുത്തശ്ശിയുടെ ഒരു കാപ്പി കുടിച്ചിട്ട്, ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാ, വീട്ടിൽ കിട്ടും കാപ്പി, അത് മറ്റേ അമ്മ കൊണ്ടുതരുന്ന കാപ്പി കഷായം പോലെ ഇരിക്കുമെന്ന് പറയാം. അല്ല ഇപ്പൊ അങ്ങനെയല്ലോ, ഇപ്പൊ നിനക്ക് രേവതി മോളല്ലേ കൊണ്ടുതരുന്നതെന്ന് ചോദിക്കും. അതെ അതെ, എന്നാലും എന്റെ മുത്തശ്ശിയുടെ അത്ര വരത്തില്ലെന്ന് പറയാ. രേവതി അകത്തുന്നത് കേട്ടു. രേവതി പറഞ്ഞു, അതങ്ങനെയല്ലേ വരുവുള്ളൂ മുത്തശ്ശി, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം അങ്ങോട്ട് മറക്കില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളെയൊന്നും കാണാൻ കണ്ടില്ലെന്ന് പറയാ. പിന്നീട് സച്ചിയോട് ചോദിച്ചല്ല അവിടുത്തെ വിശേഷങ്ങൾ എന്നെ ഉണ്ട്, ഒന്നും പറഞ്ഞില്ലോ എന്ന് പറയണേ. അല്ല സുധിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ. അവനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അല്ല മുത്തശ്ശിക്ക് എവിടം വരെ അറിയാം കഥകളൊക്കെ? അല്ല അന്ന് കല്യാണത്തിന്റെ അന്ന് ഓടിപ്പോയതിന് ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടില്ലോ അവനെന്ന് ചോദിക്കണം. അതാ ഭയങ്കര കോമഡി ആയപ്പോ എന്റെ മുത്തശ്ശി, അവൻ കല്യാണത്തിന് ആ ഓടിപ്പോക്ക് അങ്ങോട്ട് പോയി, അവനെ പറ്റിച്ചിട്ട് ആ 50 ലക്ഷം രൂപയും കൊണ്ട് അവൻ പ്രേമിച്ച പെണ്ണും അങ്ങോട്ട് പോയെന്ന് പറയാം. എന്റെ ദൈവമേ, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളുണ്ടോന്ന് അകത്തുനിന്ന് പാറുമ്മ ചോദിക്കുകയാണ്. രേവതി പറഞ്ഞു, എങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടമ്മേന്ന് പറയണം. ഈ സമയത്ത് സച്ചി പറഞ്ഞു, പിന്നെ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനെപ്പോഴും ഫ്രോഡല്ലായിരുന്നോ, പിന്നെ വഞ്ചിച്ചിട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനെ ആ പെണ്ണ് ആ പൈസ കൊണ്ട് പോയി സുഖമായിട്ട് ജീവിക്കുന്നു, ഇവനാണെങ്കിലോ ഇവിടെ തെക്ക് വടക്ക് നടക്കുന്നു പറയാം. എന്നാലും സുധിക്ക് പറ്റിയൊരു അബദ്ധവേ എന്ന് പറയണം. സുധിക്കല്ല അബദ്ധം പറ്റിയതാ, ഇപ്പൊ ശരിക്കും പറഞ്ഞ എനിക്കാ പറ്റിയിരിക്കുന്നത്, അവനെന്നാ പണി ചെയ്തോണ്ടല്ലേ ഇവളെന്റെ തലയിലായെന്ന് ചോദിക്കുക. മുത്തശ്ശി, നീ എന്ത് വർത്താനാ സച്ചി പറയണേന്ന് ചോദിക്കുകയാണ്. മേലാല് ഇനി എന്റെ കേക്കൽ അങ്ങനെ വർത്താനം കേട്ടേക്കലെന്ന് പറയാം. രേവതി പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ തന്നെ മുത്തശ്ശി, വീട്ടിലാണെങ്കിലും ഇതൊക്കെ തന്നെയാന്ന് പറയണം, എന്തോരം പറഞ്ഞു കൊടുത്താലും ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ താലി കെട്ടി ഭാര്യ, അത് നിനക്ക് ചുമ്മാ തോന്നുമ്പോ ആ ചീത്ത വിളിച്ച് പറയാനുള്ളൊന്നും അല്ല. അതും രേവതിനെ പോലെ നല്ലൊരു പെണ്ണെ നിനക്ക് കിട്ടണമെങ്കിൽ ഇനിയിപ്പൊ നീ തപസിരുന്നാ കിട്ടുവോടാന്ന് ചോദിക്കണം. പിന്നെ തപസിരുന്നാ കിട്ടില്ല പോലും, അത് ഞാനിപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലേ, എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചല്ലേന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു, നീ നോക്കിയിരുന്നോ, അല്ലെങ്കിൽ നിനക്കിപ്പോ കിട്ടിയാ നല്ല പെണ്ണ് ഏതേലും. ശരിക്കും കിട്ടേണ്ടിയിരുന്ന
നിനക്കായിരുന്നു. ഞാൻ ആദ്യം ഇവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന എന്താണെന്നറിയോ, ഇതെൻ്റെ സച്ചിക്ക് ചേരുന്ന പെണ്ണാന്ന. അത് അതുപോലെ തന്നെ വന്നു പോയിച്ചു. അപ്പൊ സുധിക്കായിരുന്നെ കിട്ടിയായിരുന്നെങ്കിൽ ആ അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കേ. ദൈവത്തിനറിയാം ആരെയൊക്കെ യോജിപ്പിക്കേണ്ടതെന്ന്. അതാ കൃത്യമായിട്ട് ഇങ്ങനെ നടന്നെന്ന് പറയാം. സച്ചി അവിടെ നിന്ന് പിറുപിറുക്കുക, എൻ്റെ കഷ്ടകാലം എന്ന് പറഞ്ഞുകൊണ്ട്. നീ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു ആത്മകഥം ചെയ്താന്ന് പറയാം. മനസ്സിലായെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രവീന്ദ്രൻ രാവിലെ പോവാനായിട്ട് ഒരു പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ചന്ദ്രമതി എങ്ങോട്ടാ പോണേ? ആ യൂണിയൻ ഓഫീസ് വരെ പോണം. ആ പെൻഷന്റെ കാര്യം ഒന്ന് ശരിയാക്കണം. ഇനിയിപ്പോ ആ MDയുടെ കാര്യം പിടിച്ചു വന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അയാളെ സാങ്ഷൻ ആക്കി തരില്ല എന്നാ തോന്നേ. ഇനിയിപ്പോ യൂണിയൻ ഓഫീസ് ചെന്ന് കാര്യങ്ങളൊക്കെ പറയാം. ചന്ദ്രമതി ചെല്ല്, പൈസക്ക് അല്ലെങ്കിലും നല്ല ആവശ്യം വരുന്ന സമയമല്ലേന്ന് ചോദിക്കുകയാണ്. എവിടുന്ന്? ഈ പൈസേനൊന്നും ഒന്നും ചെയ്യത്തില്ല, ഇത് സച്ചിക്ക് കൊടുക്കും. കുറച്ച് കടങ്ങളൊക്കെ വീട്ടാനുണ്ട്. കല്യാണത്തിനായിട്ട് നീ ഈ പൈസ കരുതുകയോ വേണ്ട, അത് കിട്ടിയാൽ പോലെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും മീരയും അങ്ങോട്ട് കടന്നു വരുന്നേ. പെട്ടെന്ന് ശ്രുതിയെ കണ്ടുപിടുന്നതിനെ ചന്ദ്രമതി എന്തു പറ്റി മോളെ, എന്താ പെട്ടെന്ന് വന്നേന്നിരിക്കണം. അല്ല, നിങ്ങൾ രണ്ടുപേരെ ഒന്ന് കാണാൻ വേണ്ടി വന്നറിയാം. എന്തേലും വിശേഷം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. അല്ല ശ്രുതി എന്തിയെ? അതെ, ശ്രുതിയാണെങ്കിൽ പോവാൻ റെഡിയാണെന്ന് വന്ന് പറയാണ്. ആ ശരി. പെട്ടെന്ന് മീര പറഞ്ഞു, ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാണ്ട് മീര അങ്ങോട്ട് പോവാണ്. പിന്നീട് ശ്രുതിയെ വിളിച്ചോണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ മോളെ രാവിലെ തന്നെ? അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ അങ്ങ് പോട്ടേന്ന് ചോദിക്കുകയാണ്. അതെ അങ്കിളെ, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി തരുമെന്ന് ചോദിക്കുകയാണ്. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശരി എന്നാ വാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ, രണ്ടുപേരെയും കൂടെ ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് പറയും. ക്ഷണിക്കാനോ? എന്തിനു ക്ഷണിക്കാനായിട്ട്? അതെ, ബ്യൂട്ടി പാർലർ ഉദ്ഘാടന, ഞാൻ ബ്യൂട്ടി പാർലർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനം നാളെ. അപ്പൊ രണ്ടുപേരും വരണം, രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പറയാം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അല്ല അച്ഛൻ വരത്തില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. ശ്രുതി പെട്ടെന്നൊന്നും മിണ്ടിയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രൻ വെച്ചു, നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണേ? അതിനെക്കുറിച്ചൊക്കെ മോള് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ അന്വേഷിക്കാൻ പോലും പോണ്ട. മോൾ ആ കാര്യം കൂടെ വിട്ടേരെ എന്ന് പറയാണ്. പക്ഷെ രവീന്ദ്രന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്താ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചിന്ത. പിന്നീട് ശ്രുതി പറഞ്ഞു, അതെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടുപേരും കൂടെ വന്ന് നിലവിളക്ക് കൊളുത്തി വേണം കടയുൾക്കാരണം നടത്താനെന്നൊക്കെ പറയാം. ഇത് കേട്ടാൻ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് തിളങ്ങി. ചന്ദ്രമതി ഞങ്ങളോന്ന് ചോദിക്കണം. അതെ ആന്റി, അത് ആന്റി ആയിട്ടല്ല, ഞാൻ എൻ്റെ അമ്മേനെ പോലെ കാണുന്നത്. എൻ്റെ അമ്മയായിട്ടും എൻ്റെ അച്ഛനായിട്ടും വന്നിട്ട് ആ നിലവിളക്ക് കൊളുത്തി അതങ്ങ് ഉദ്ഘാടനം നടത്തണമെന്ന് പറയാം. പിന്നീട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അതെ രവിയേട്ടൻ പറയുന്ന കല്യാണം ഒന്നും വിപുലമായിട്ട് നടത്തണ്ടെന്നാ പറയുന്നത്, ചെറിയ രീതിയിൽ നടത്തിയാൽ മതി എന്നാ പറയണേ. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, ശരിയല്ല അച്ഛൻ പറഞ്ഞത്, അതിനകത്ത് തന്നെ തെറ്റിയിരിക്കുന്നത്. കുറച്ച് പൈസ പൊടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ പൈസ നമുക്ക് വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാം. വല്ല പ്രോപ്പർട്ടി വാങ്ങുമോ, എങ്ങനെ എന്തേലും കാര്യം. വെറുതെ കല്യാണം അങ്ങനെ കെങ്കേമമായിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേന്ന് ചോദിക്കുകയാണ്. ഇതിപ്പം രവീന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ വേണം. മരുമക്കളെന്നല്ല, ആരാ പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണമെന്ന് പറയാം. കണ്ടുപഠിക്ക് ചന്ദ്രമതി എന്ന് പറയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഞാൻ കണ്ടെത്തിയ മരുമോളല്ലേ, നിങ്ങൾ കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ശ്രുതി ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും മീരയും കൂടെ പോകുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.